എന്തുകൊണ്ട് നമ്മുടെ സ്ട്രെല്ല്, ക്ലച്ച്ലെസ് തുടങ്ങിയ എല്ലാവരും ഈ സാധനത്തിലോട്ട് ചാടി എന്നുള്ളതിന് ഒരു ഉത്തരവായിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഇത് കൊള്ളാം കേട്ടോ. ഹായ് ഗൈസ്, എഗെയിൻ കേൾവണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ആഴ്ചയല്ല സത്യത്തിൽ ഞാനിത് കഴിഞ്ഞ ആഴ്ച തൊട്ടേ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, കുറേ അധികം യൂട്യൂബേഴ്സ് നമ്മുടെ അപ്പാച്ചെ, TVSൻ്റെ അപ്പാച്ചെ RTR 310 എടുക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയപ്പെട്ടിരുന്നു. അതായത് നമ്മുടെ മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെല്ലും ക്ലച്ച്ലെസ്സും ഒക്കെ ആയിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്നത്. അപ്പം ഞാൻ ആലോചിച്ച കാര്യം, ഇവരെല്ലാം എടുക്കണമെങ്കിൽ ഈ വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുമല്ലോ. അപ്പം അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണമെന്ന് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച ശ്രമിച്ചു, പക്ഷേ അത് നടന്നില്ല. നമ്മൾ ആ സമയത്തായിരുന്നു നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ KTMൻ്റെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നത്. എനിക്കൊന്ന് 2 ആഴ്ച കൂടുതലായെന്ന് തോന്നുന്നു. അപ്പം TVSൽ വിളിച്ചപ്പോഴൊന്നും നമുക്ക് അവരിങ്ങനെ എന്താ പറയുക, ഒരു ഉഴപ്പ് മട്ടിൽ നിന്ന് ഇത് അവസാനം ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ സ്ലിപ്പ് ബോർഡിൽ വന്നപ്പോഴേക്ക് അവിടെ വണ്ടി ഇരിക്കുന്ന കണ്ടു, ടെസ്റ്റ് ഡ്രൈവ് വണ്ടി. അങ്ങനെ ഞാൻ ഷോറൂമിൽ കയറി ചോദിച്ചു. അപ്പോൾ നമ്മുടെ സ്ലിപ്പ് ബോർഡിലുള്ള TVSൻ്റെ ഷോറൂമുകാർ വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. നമ്മളങ്ങനെ ടെസ്റ്റ് ഡ്രൈവിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിനി വണ്ടി ഓട്ടിച്ചുകൊണ്ട് സംസാരിക്കാം. ഓക്കെ കേസ്, എന്നിട്ട് നമുക്കിനി ബാക്കി ഓട്ടിച്ചുകൊണ്ട് സംസാരിക്കാം അല്ലേ? ഓക്കെ, ഓൾറെഡി ഓണാണല്ലോ. നമുക്ക് അതിൻ്റെ ലോഡിങ് സ്ക്രീൻ കൂടെ നോക്കാം. ഓക്കെ, അർബൻ മോഡിലാണ് കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് തിങ് ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കര സ്മൂത്തായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. ഷിഫ്റ്റിങ് മാത്രമല്ല, എൻജിൻ തന്നെ ഭയങ്കര സ്മൂത്തായിട്ട് കൊള്ളാമല്ലോ. ഞാൻ ആക്സലറേഷൻ ഒന്നും കൊടുക്കുന്നില്ല, വണ്ടി തന്നെ പോവുകയാണ് ഗ്ലൈഡ് ചെയ്ത്. ട്രാഫിക് കൂടെ കൊണ്ടുനടക്കാൻ കൊള്ളാം. സ്പോർട്സ് ബൈക്കായി എങ്കിൽ ട്രാഫിക് കൂടെ ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുനടക്കാം. നമുക്ക് സിറ്റി കൂടെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു നല്ലൊരു ഉണ്ട്. കൊള്ളാം. നമുക്ക് ഈ റൂട്ടൊന്ന് എടുത്ത് നോക്കാം. ഒരാവശ്യമില്ലായിരുന്നു, ഭയങ്കര ട്രാഫിക്. അവിടെ നിന്ന് കറങ്ങിയാൽ മതിയായിരുന്നു. ന്യൂട്ടൺ കിട്ടി. സൗണ്ട് അയ്യ, എന്നാ രസമുണ്ട് അത് കേൾക്കാൻ. വണ്ടി നമ്മൾ വിചാരിക്കുന്നതാണ് കേട്ടോ, എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം എന്തുകൊണ്ട് നമ്മുടെ സ്ട്രെല്ല്, ക്ലച്ച്ലെസ് തുടങ്ങിയ എല്ലാവരും ഈ സാധനത്തിലോട്ട് ചാടി എന്നുള്ളതിന് ഒരു ഉത്തരവായിട്ടുണ്ട്. ഈ വണ്ടി ഓട്ടി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാരും എടുത്തു പോകും. ചിലപ്പോൾ കുറ്റം പറയാൻ പറ്റൂല ആരെയും. നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു നല്ല ഡൗട്ടുണ്ട് കേട്ടോ. പവർ ചെയ്യുന്ന രീതിയുണ്ടോ നിങ്ങൾ? ബ്രേക്കിങ് നല്ല മാരക ബ്രേക്കിങ് കേട്ടോ.
വണ്ടി ഇത്രയൊക്കെ ഞാൻ റേസ് ചെയ്ത് നോക്കി, ഹീറ്റ് ചെയ്യുന്നുണ്ട്. വലിയ ഹീറ്റൊന്നും എനിക്ക് അടിക്കുന്നില്ല കാലിലോട്ടൊന്നും. ഓൾറെഡി ഞാൻ ബൂട്ട് ഇട്ടിട്ടുണ്ട്, ജീൻസുമാണ് ഇട്ടേക്കുന്നത്. സോ സീറ്റ് ഹൈറ്റ് എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ്. ഞാൻ 173 സെൻറ്റിമീറ്റേഴ്സാണ്. എനിക്കൊന്നും മിക്കവാറും എല്ലാവർക്കും പ്ലാന്റഡ് ഫുട്ട് തന്നെ ആയിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാലും ഞാൻ കുറേ പ്ലാന്റഡ് ഫുഡാണ് എനിക്ക്. അതുകൊണ്ട് സീറ്റ് ഹൈറ്റ് എനിക്ക് 800 ആണെന്ന് തോന്നുന്നു. ഇരിക്കുന്ന ഇരിപ്പിന് 800 ആയിരിക്കത്തില്ല, ചിലപ്പോൾ അതിലും താഴെയാണെന്ന് തോന്നുന്നു എനിക്ക്. വണ്ടിയുടെ ക്വാളിറ്റിയാണ് ഞാൻ നോക്കുന്നത്. വയറിങ്സ് ഒന്നും വലുതായിട്ട് എക്സ്പോസറൊന്നുമല്ല, പക്ക ബിൽഡ്. സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫറാണ്. ഫ്രണ്ടിലത്തെ ഒരു പ്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കോർണേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് കോൺഫിഡൻസോടുകൂടി കോർണർ ചെയ്യാൻ പറ്റുന്നൊരു മെഷീനാണിത്. നമ്മൾ കൈ കൊടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എഞ്ചിനും ആ സൈലൻസറിൽ നിന്നുള്ള സൗണ്ട് ഞാൻ കേൾക്കുന്നില്ലല്ലോ കേട്ടോ, ഈ ട്രാഫിക്കിലൊന്നും, പ്രത്യേകിച്ച് ഈ ട്രാഫിക്കിൽ. ഓക്കെ, ഒന്ന് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല സൗണ്ടുണ്ട്. അത് നല്ല സ്മൂത്തായിട്ടുള്ള നല്ല പ്യുവർ സൗണ്ടാണ്. ആ ഒരു നല്ല ബേസൊക്കെ ഉള്ളൊരു സൗണ്ടാണ് വരുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ BMW 310 GSലും RR 310 ഇരിക്കുന്ന അതേ എഞ്ചിനാണ് എന്നുള്ള ആ ഒരു രീതിയല്ല ഇത് കാണിക്കുന്നത് സത്യത്തിൽ. അതിനെക്കാട്ടേക്ക് എനിക്ക് ഒത്തിരി നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഞാനത് കാണുന്നത് ഇപ്പോൾ. ഗ്ലൗസ് ഇടേണ്ടതായിരുന്നു. എൻ്റെ കൈ അത്യാവശ്യം നല്ല ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാണ്. കാരണം നമ്മൾ എന്താ പറയുക, കുറച്ച് സ്പോട്ടി ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ ആണല്ലോ. അതുകൊണ്ട് കയ്യിൽ എന്തായാലും സ്ട്രെയിൻ വരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ഡ്യൂക്ക് ഓട്ടിച്ച സമയത്ത് ഗ്ലൗസ് ഇട്ടിരുന്നതുകൊണ്ട് വലുതായിട്ട് അറിഞ്ഞില്ലത്. ഫോൺ പോരാ കേട്ടോ, ഈ വണ്ടിയിൽ ഫോണിനെക്കാട്ടും നല്ല എനിക്കൊന്ന് എഞ്ചിൻ ഇറപ്പിച്ച് ഒരിത്തിരി RPM കയറ്റി കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെയും മാറുമെന്ന് തോന്നുന്നു. സീറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് പറയണമല്ലോ. പക്ഷേ എനിക്കൊന്ന് കുറച്ചും കൂടെ കംഫർട്ടബിളായി എനിക്ക് തോന്നിയത് ഡ്യൂക്ക് 390 തന്നെ സീറ്റാണ്. കുറച്ചും കൂടെ സ്പോഞ്ച് ചെയ്യായിരുന്നത്. കൈ കൊടുക്കുമ്പോൾ എന്നെ എടുത്തുകൊണ്ട് ഒരൊറ്റ പോക്കാണ്. ഇങ്ങനെ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഇത് കൊള്ളാം കേട്ടോ. വണ്ടി സ്റ്റേബിളാണെന്ന് വെച്ചാൽ സ്റ്റേബിളാണ്. നമുക്ക് ഫ്ലിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നടക്കുന്നുണ്ട്.
നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല പൊളിച്ച് ഓടിച്ചിട്ടുണ്ട്. ട്രാഫിക്കിനൊന്ന് ഓട്ടിച്ചു. പയ്യെ ഓട്ടിക്കണമെന്ന് വെച്ചാൽ അതും നടക്കുന്നുണ്ട്. 6th ഗിയറിലൊക്കെ വലിയ നോക്കിങ് നിലവിൽ ഇപ്പോൾ 37ലൊക്കെയാണ് പോകുന്നത് 6th ഗിയറിൽ. അയ്യോ, നമ്മുടെ ഷോറൂം. ഷോറൂം വന്ന് അറിഞ്ഞില്ല. ബാക്കിലൊരു കല്ലുണ്ട്, അത് കാരണമാണ് വണ്ടി ബാക്കിലോട്ട് പോകത്ത്. അല്ലാതെ ഇതും വളയ്ക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. ഓക്കെ, കല്ലൊക്കെ നല്ല ചാടിച്ചാടി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സസ്പെൻഷൻ സ്റ്റിഫറാണ്, അതിൻ്റെതാണ് ആ കാണുന്നത്. ഓക്കെ ഓക്കെ ഗൈസ്, അന്നേരം നമുക്ക് ഇതിൻ്റെ എൻജിൻ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം അല്ലേ. അത്യാവശ്യം നല്ല ത്രോട്ടൽ റെസ്പോൺസ് ഉണ്ട്. ഓക്കെ ഗൈസ്, അന്നേരം വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ്. കാണാൻ ഒരു പ്രത്യേക ഭംഗിയനുണ്ട് ഉള്ളത്, ഞാൻ പറയാമല്ലോ. അതാണ് എൻ്റെ വണ്ടിയുടെ ഓവറോൾ വീൽ ബേസ് എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും, പക്ഷെ നമ്മുടെ എൻജിൻ ഇൻവേർട്ടഡ് ആയതുകൊണ്ട് തന്നെ ആ എൻജിനിൽ നിന്ന് വീലിലേക്ക് വരുന്ന ആ ഒരു ലെങ്ത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. അതേസമയം നമുക്ക് ഫ്രണ്ട് വീൽ ടു ബാക്ക് വീലിലുള്ള ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, നമുക്ക് വണ്ടി നല്ല ഫ്ലിക്കബിളുമാണ്. അപ്പം ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ വണ്ടി ഇപ്പോൾ ചെയ്ത് അവർ ഇറക്കിയേക്കുന്നത്. ഞാൻ വിചാരിച്ചു നമ്മുടെ പെട്രോൾ ടാങ്കർ സാറിന് നമുക്ക് പഴയ പച്ചയിലൊക്കെ വന്നിട്ടുള്ള ഒരു ഇത്തിരി സൈഡിലോട്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെയാണ് അതിൻ്റെ ഓപ്പണിങ് വന്നേക്കുന്നത്. ഓക്കെ, ടെസ്റ്റ് റൈഡ് മെഷീൻ എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഉണ്ട് കേട്ടോ. ടെമ്പററി രജിസ്ട്രേഷനാണ്. ഓക്കെ ഫൈൻ, സ്റ്റിൽ ഉണ്ടല്ലോ അത്രയും കാര്യം. അതുകൊണ്ടാണ് നമുക്കിന്ന് സ്പീഡോമീറ്റർ എല്ലാം വർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ കിട്ടിയത്. അത്യാവശ്യം കിട്ടു സാധനം ഉള്ള, ഞാൻ പറയാമല്ലോ. നിങ്ങൾ വന്ന് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. എവിടെ ഉണ്ടായിരിക്കുന്നിരിക്കുന്നത്. സൈഡ് മിറേഴ്സ് ഇല്ലായിരുന്നു ഓഫ് കോഴ്സ്, അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് വണ്ടി പക്ക കണ്ടീഷനായിരുന്നു, നല്ല പവർ. ഞാൻ ഇതുവരെ ഓടിച്ചിട്ടുള്ള ബാക്കിയുള്ള വണ്ടികളെ കുറിച്ച് നോക്കുമ്പോൾ ഇതൊരു പ്രത്യേക ലവ് കൊടുക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, ലവ് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത്. ബാക്ക് സീറ്റ് അത്യാവശ്യം കുഴപ്പമില്ല. ലോങ് റൈഡ് ആണെങ്കിലും നമുക്ക് നല്ല അത്യാവശ്യം കുറച്ചും കൂടെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു സീറ്റാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ബട്ടൺ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹസാർഡ് മെനുവിലേക്കുള്ള 4 നാവിഗേഷൻ ബട്ടൺസ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ, ഹോൺ, അപ്പർ സൈഡിൽ ജസ്റ്റ് ടെക്നീഷ്യൻ കിൽ സ്വിച്ചും വരുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് ഹൈ ബീം ലോ ബീം സ്വിച്ച് വരുന്നുണ്ട്, ഇൻ്റഗ്രേറ്റഡ് ആണ്. അതാണ് പിന്നെ ലിവേഴ്സ് വരുന്നത്, അതൊരു ഫോർവേഡ് അഡ്ജസ്റ്റബിൾ ലിവേഴ്സും ആണ് വരുന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. എനിക്ക് വണ്ടി അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്, ഒന്നും പറയാനില്ല, ഉള്ളത് ഞാൻ പറയാമല്ലോ. അപ്പം അവരൊക്കെ അത് എടുത്തതെങ്കിൽ അത് ആ വണ്ടി ഓടിച്ച് നോക്കി അത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയാമല്ലോ, ഞാൻ ഇതിപ്പോൾ അങ്ങനെ ടി വി എസിൻ്റെ വണ്ടികളാണ് ഓടിച്ചിട്ടില്ല, പക്ഷേ ആ സെയിം എൻജിൻ തന്നെ നമ്മുടെ BMW 310 GSനെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് എന്തോ കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ആ എൻജിനാന്ന് പോലും തന്നെ അറിയാൻ വയ്യ, ആ രീതിക്ക് അവർ നല്ല രീതിക്ക് ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം വണ്ടിയുടെ വിലയും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഇങ്ങനെ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് മെയിൻലി വരുന്നത് ബേസ്, ഡൈനാമിക് പ്രോ കിറ്റോ അങ്ങനത്തെ ഒരു 4 വേരിയൻറ്റിലായിട്ടാണ് വരുന്നത്. 3 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ബേസ് വേരിയൻറ്റിൽ തന്നെ ക്വിക്ക് ഷിഫ്റ്ററും വരുന്നുണ്ട്, അത് കണക്ക് തന്നെ ക്രൂസ് കൺട്രോളും വരുന്നുണ്ട്. അതിൻ്റെ അടുത്തതിനകത്ത് ആകുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും പിന്നെ അതിൻ്റെ വരുന്ന 3ാമത്തെ വേരിയൻറ്റിലാണെന്ന് തോന്നുന്നു നമുക്ക് മറ്റേ കൂളിംഗ് ഒക്കെ ഉള്ള സീറ്റും വരുന്നുണ്ട്, ക്ലൈമാറ്റിക് സീറ്റും. അത് കണക്ക് തന്നെ കോർണറിങ് ABSും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഈ എപ്പിസോഡ്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പുതിയൊരു വണ്ടി, പുതിയൊരു സ്ഥലം, കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി കാണാം. അപ്പോൾ അതുവരേക്കും ദിസ് ഇസ് KL20 സൈനിങ് ഓഫ്.
ബൈ.